എന്റെ ആത്മീയത്തിൽ, എന്റെ ശുശ്രൂഷയിൽ, എന്റെ സഭയിൽ നിന്റെ ഹിതം മാത്രം സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും ആകണമേ. സ്വർഗത്തിൽ എന്താ നടക്കുന്നത്? സ്വർഗം ഭൂമിയിലാകണമെന്ന്. സ്വർഗത്തിൽ എന്താ നടക്കുന്നത്? സ്വർഗത്തിൽ നടക്കുന്നത് ആരാധന അത്രേ. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് പ്രസംഗിപ്പാനല്ല, രോഗികളെ സൗഖ്യമാക്കാനല്ല, സുവിശേഷ വേല ചെയ്യുവാനല്ല. അതെല്ലാം ആവശ്യം തന്നെ, അത് നന്നായി നടക്കട്ടെ. അതിനേക്കാൾ ഉപരിയായി നിന്നെയും എന്നെയും ആത്മാവം ദൈവം സൃഷ്ടിച്ചത് ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിപ്പാൻ വേണ്ടി അത്രേ. സ്വർഗത്തിൽ നടക്കുന്നത് ആരാധന. വേദപുസ്തകം പഠിപ്പിക്കുന്നു, സ്വർഗത്തിൽ എന്നതുപോലെ ഭൂമിയിലും ആകണമേ. സ്വർഗത്തിൽ ആരാധനയുടെ 3 ശബ്ദങ്ങൾ ഉണ്ട്. ഒന്നാമതായി അത് യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1-ാം വാക്യം, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 8-ാം വാക്യം. സ്വർഗത്തിൽ ഉയരുന്ന ഒന്നാമത്തെ ആരാധനയുടെ ശബ്ദം അവിടെ നമുക്ക് കാണുവാൻ കഴിയും. എന്താണ്? നിന്റെ ഇഷ്ടം സ്വർഗത്തിൽ എന്ന പോലെ ഭൂമിയിലും ആകണമേ എന്ന് നാം ഇന്ന് പകൽ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗത്തിൽ ഉയരുന്നതായ ആരാധനാ ശബ്ദം എന്താണ്? ലക്ഷോപലക്ഷം, കോടാനുകോടി ദൈവത്തിന്റെ ദൂതന്മാർ സ്വർഗത്തിൽ ഇതാ നിന്നുകൊണ്ട് ഇരിക്കുന്നു. പ്രിയനായ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കാണുന്നു. അതിനു മുമ്പ് യെശയ്യാവ് അത് ദർശനത്തിൽ കാണുന്നു. 2 ചിറകുകൊണ്ട് പാദം മൂടി, 2 ചിറകുകൊണ്ട് മുഖം മൂടി, 2 ചിറകുകൊണ്ട് പറന്നുകൊണ്ട് സ്വർഗത്തിലെ ദൂതന്മാർ ഈ പ്രകാരം വിളിച്ചു പറയുന്നു, സൈന്യങ്ങളെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗത്തിൽ ഉയരുന്നതായ ആരാധന. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. എന്നെ കേൾക്കുന്ന സഹോദരനെ, സഹോദരിയെ, സ്വർഗം ഭൂമിയിൽ നിനക്ക് അനുഭവിപ്പാൻ കഴിയും. നിന്റെ ജീവിതം, നിന്റെ കുടുംബം നരകമല്ല. ഇന്നു മുതൽ യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ അതൊരു സ്വർഗമാകട്ടെ. ലൈറ്റ് തെളിയുമ്പോൾ ഇരുൾ ഓടുന്നത് പോലെ എല്ലാ ഇരുളിന്റെ പ്രവർത്തികളും, എല്ലാ മാനുഷിക സാത്താന്യ ബന്ധനങ്ങളും യേശു ക്രിസ്തുവിന് അധികാരമുള്ള നാമത്തിൽ ഓടി മറയുവാൻ തക്കവണ്ണം വായ് തുറന്ന് ഈ ദിവസം ദൂതന്മാരോട് ചേർന്ന് നമുക്കും ദൈവത്തെ പാടി സ്തുതിക്കാം. നമുക്കും ദൈവത്തെ നോക്കി പറഞ്ഞു തുടങ്ങാം. അതെ, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഭവനത്തിന്റെ ഓരോ റൂമുകളിൽ അകത്തും പുറത്തും വരുമ്പോൾ ഹൃദയത്തിന് ആഴത്തിൽ നിന്ന് ഹൃദയം നിറഞ്ഞ് കവിഞ്ഞ് വായി പ്രസ്താവിക്കട്ടെ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. പാപം കൊണ്ട് നിറയപ്പെട്ട ലോകത്തിൽ, അശുദ്ധി കൊണ്ട് മൂടപ്പെട്ടതായി ഈ ലോകത്തിൽ വിശുദ്ധനായ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ പകരുവാൻ, പാപത്തെ ജയിക്കുവാൻ തക്കോണം ഹൃദയത്തിൽ നിന്ന് സ്തുതി സ്തോത്രങ്ങൾ ഉയരട്ടെ. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്വർഗം ഭൂമിയിൽ സ്ഥാപിതമാകുവാൻ ഒന്നാമതായി നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഹൃദയം നിറകവിഞ്ഞ് കവിഞ്ഞ് കേൾക്കേണ്ട സ്വരം അതത്രേ, സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. രണ്ടാമതായി സ്വർഗത്തിൽ ഉയർന്നു കേൾക്കുന്നതായ സ്വരം എന്താണ്? വേദപുസ്തകം പഠിപ്പിക്കുന്നു. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 12-ാം വാക്യം വായിക്കുമ്പോൾ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ആരാ ഈ ദൈവത്തിന്റെ കുഞ്ഞാട്? യോഹന്നാൻ 1:29-36 യേശു കർത്താവിനെ ലോകത്തിനെ വിളിച്ചു പരിചയപ്പെടുത്തി കൊടുത്തതായ സ്നാപക യോഹന്നാൻ കടന്നു പോകുന്ന യേശുവിനെ നോക്കി ഇപ്രകാരം പറഞ്ഞു, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗാഡ്. ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട്. യേശു കർത്താവാകുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വെളിപ്പാട് 5:5 പറയുന്നു, അവൻ അറുക്കപ്പെട്ട കുഞ്ഞാട്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി ക്രൂശിന്മേൽ യേശു കർത്താവ് ആകുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നമുക്ക് വേണ്ടി തകർക്കപ്പെട്ടു. അവൻ നമുക്ക് വേണ്ടി മരിച്ചു. ആരോവനെ കൊന്നതല്ല, ആർക്കും യേശുവിനെ കൊല്ലുവാൻ കഴിയുകയില്ല. എന്നാൽ പ്രത്യുത യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. സഹോദരങ്ങളെ, ഇന്ന് നാം പ്രാപിക്കുന്ന ആത്മീയമായ സകല അനുഗ്രഹങ്ങൾക്കും നിദാനം, റിസോഴ്സ്, ഉറവ യേശുവാണ്. മറന്നു പോകരുത്. നിങ്ങൾ പാപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു എങ്കിൽ, നിങ്ങളുടെ ശാപം അനുഗ്രഹമായി തീർന്നു എങ്കിൽ, യേശുവിന്റെ അടിപ്പിണരാൽ നിങ്ങൾ സൗഖ്യം വന്നു എങ്കിൽ, നിങ്ങളുടെ കയ്പുകൾ മധുരമായി തീർന്നു എങ്കിൽ, നിങ്ങളുടെ ദാരിദ്ര്യം മാറിപ്പോയി ദൈവിക സമൃദ്ധിയിലേക്ക് ദൈവം നിങ്ങളെ വഴി നടത്തുന്നു എങ്കിൽ, കൊടിയ മരണത്തിന്റെ പിടിയിൽ നിന്ന് നിത്യജീവന്റെ മാർഗത്തിലേക്ക് ദൈവം നിങ്ങളെ നടത്തുമെന്ന് മറക്കരുത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് 2 കള്ളന്മാരുടെ നടുവിൽ 3 ആടുകളുടെ മേൽ കർത്താവ് യേശു ക്രിസ്തു ആകുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് കൊണ്ടത്രേ അതേ ഈ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഈ ദിവസം ദാനത്തെ അല്ല നീ സ്നേഹിക്കേണ്ടത്, അനുഗ്രഹത്തെ അല്ല സ്നേഹിക്കേണ്ടത്, ദാതാവായ ദൈവത്തിങ്കിലേക്ക് നോക്കി, ദാതാവായ കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് നോക്കി, അതിന് കാരണഭൂതനായ അവന്റെ കാൽവരി മരണത്തെ ധ്യാനിച്ചുകൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ തകർന്ന ഹൃദയത്തോടെ ഈ ദിവസം വിളിച്ചു പറഞ്ഞാട്ടെ, കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ആർക്കോ വേണ്ടിയല്ല,
ഒരു പള്ളിക്ക് വേണ്ടിയല്ല, ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടിയല്ല, ഏതോ ഒരു മതത്തിന് വേണ്ടിയല്ല. എൻ്റെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ, എൻ്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കുവാൻ, എൻ്റെ കുടുംബം നാനാ ദിശകളിലേക്ക് ഉടഞ്ഞു പോകാതിരിക്കാൻ നീ എനിക്ക് വേണ്ടി തകർക്കപ്പെട്ടു. ഞാൻ വന്നതല്ല, നീ എന്നെ കൊണ്ടുവന്നതാണ്. ഞാൻ നിന്നതല്ല, നീ എന്നെ നിർത്തിയതാണ്. ഞാൻ ആയതല്ല. ദൈവമായ കർത്താവെ, അവിടുന്ന് എന്നെ ആക്കി തീർത്തതത്രേ. ഈ ദിവസം രാജാതി രാജാവും കർത്താതി കർത്താവും ദൈവാതി ദൈവമായ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ മഹത്വം കൊടുത്ത് പറഞ്ഞേ, കുഞ്ഞാടെ നീ അറുക്കപ്പെട്ടു. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതേ സഹോദരങ്ങളെ, സ്വർഗം ഭൂമിയിൽ നിങ്ങൾക്ക് അനുഭവിപ്പാൻ തക്കോണം കഴിയും. സ്വർഗത്തിൽ നടക്കുന്ന ആരാധന. മൂന്നാമതായി സ്വർഗത്തിൽ ഉയരുന്നതായ ആരാധനയുടെ സ്വരമത്രേ വേദപുസ്തകം പഠിപ്പിക്കുന്നു. വെളിപ്പാട് 19:6 വായിക്കുമ്പോൾ തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ കേട്ടത് ഹല്ലേലൂയ. തകർത്ത ഇടിമുഴക്കം പോലെ, പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ സ്വർഗത്തിൽ കേട്ടത് ഹല്ലേലൂയ. പലപ്പോഴും ജനം അതെ ദൈവ മക്കളെ കളിയാക്കാറില്ലേ? ദാ പോകുന്നു ഹല്ലേലൂയ ജനങ്ങൾ, ദാ പോകുന്നു ഹല്ലേലൂയ എന്ന് പറഞ്ഞ് അവർ വിളിച്ചു പറയുന്നു. കാര്യം എന്ത് എന്നറിയാമോ? നിങ്ങൾ ലോകത്തിനുള്ളവരല്ല, നിങ്ങൾ സ്വർഗത്തിനുള്ളവരത്രേ. നിങ്ങൾ പാപത്തിനുള്ളവരല്ല, നിങ്ങൾ യേശുവിനുള്ളവർ അത്രേ. സ്വർഗം ഈ ഭൂമിയിൽ അനുഭവിപ്പാൻ കഴിയുന്നത് ഹല്ലേലൂയ ജനങ്ങൾക്ക് മാത്രമത്രേ. കാരണം ഹല്ലേലൂയ സാമ്രാജ്യങ്ങളുടെയോ രാജ്യങ്ങളുടെയോ നരകത്തിന്റെയോ ഭാഷ അല്ല. ഹല്ലേലൂയ അത് സ്വർഗത്തിന്റെ ഭാഷ അത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ അത് സ്വർഗത്തിന്റെ ഭാഷയായതുകൊണ്ട് നിന്റെ അധരത്തിൽ നിന്ന് വീണ്ടും മുഴങ്ങട്ടെ ഹല്ലേലൂയ. ഈ ദിവസം വരെയും നഷ്ടവും കഷ്ടവും ശോധനയും പ്രതികൂലവും ഇരുളും പരാജയവും അതേ നിന്നയും അപമാനവുമായി നിങ്ങളുടെ തല കുനിയപ്പെട്ടു എങ്കിൽ ഇന്നലെ വരെ സംഭവിച്ചത് മറക്കുക, കഴിഞ്ഞ മാസം ഉണ്ടായത് മറക്കുക, കഴിഞ്ഞ വർഷം സംഭവിച്ചത് മറക്കുക. ഇന്ന് ചരിത്രത്തെ രണ്ടായി വിഭജിച്ച കർത്താവ് യേശു കർത്താവിന്റെ കൃപയാൽ നിങ്ങളുടെ ജീവിതത്തിൽ സ്വർഗമിത സ്ഥാപിപ്പാൻ വേണ്ടി പോകുന്നു. നരകത്തിന്റെ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ വിറയ്ക്കുന്നു. പാതാള ഗോപുരങ്ങൾ നസ്രേനി യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ചിതറിമാറുവാൻ വേണ്ടി പോകുന്നു. അതേ സ്വർഗത്തിന്റെ പൗരനായി, ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വിടുതൽ ഇന്ന് പകൽ മുതൽ തന്നെ ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് അയച്ചുകൊണ്ടേയിരിക്കുന്നു. മറന്നുപോകരുതേ, 3 ശബ്ദങ്ങൾ ലജ്ജ കൂടാതെ വിളിച്ചു പറയുവാൻ, അത്തരത്തിൽ നിന്ന് വിളിച്ചു പറയുവാൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. വീണ്ടും ഞാൻ പറയട്ടെ, നമുക്ക് ഒരുമിച്ച് പറയാം. സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. കുഞ്ഞാടേ നീ അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. ഈ ദിവസത്തിൽ സ്വർഗത്തെ സ്പർശിച്ച് ഭൂമിയെ സ്വർഗമാക്കുവാൻ ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ഭൂമിയിൽ സ്വർഗം യേശു കർത്താവിൻ്റെ കൃപയാൽ നിങ്ങൾ അനുഭവിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ദുഃഖം എല്ലാം സന്തോഷമായി മാറും.